എവിടെയോ കേട്ടുമറന്ന ഒരു പഴയ പാട്ടുപോലെയാണ് ഈ മഴ. കറുത്ത കർക്കിടകത്തിൻ്റെ വിരിമാറിലേക്ക് ആകാശം കനിഞ്ഞു നൽകുന്ന ഒരു തണുത്ത നെടുവീർപ്പ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർക്കിടകമൊന്ന്. കാലത്തിൻ്റെ ചക്രത്തിൽ ഏറ്റവും പഴക്കമുള്ള, എന്നാൽ ഇന്നും പുതുമ ഒട്ടും ചോരാത്ത ഒരു മാസം. ആധുനികതയുടെ മിന്നലാട്ടങ്ങൾക്കിടയിൽ നമ്മൾ തിരക്കിട്ട ജീവിതം നയിക്കുമ്പോൾ വേഗത കുറയ്ക്കുവാനും സ്വയം ഒന്ന് ഉള്ളിലേക്ക് നോക്കുവാനും കർക്കിടകം നമ്മളോട് ആവശ്യപ്പെടുന്നു. പുറത്ത് മഴ തോരാതെ പെയ്യുമ്പോൾ അകത്ത് നമ്മൾ ഓരോരുത്തരും എത്രത്തോളം തളർന്നിട്ടുണ്ടാകും. ശരീരമായാലും മനസ്സിലായാലും പെയ്തൊഴിഞ്ഞ കാലത്തിൻ്റെ ക്ഷീണം തീർക്കാൻ, വീണ്ടും പുതിയൊരു വസന്തത്തെ വരവേൽക്കാൻ പ്രകൃതിയും ദൈവവും ചേർന്ന് നമുക്ക് നൽകുന്ന ഒരു വിശ്രമകാലമാണ് കർക്കിടകം. പണ്ടത്തെ മുത്തച്ഛിമാരുടെ വായിൽ നിന്നും കേട്ട കർക്കിടക രാമായണത്തിലെ വരികൾ ഇന്ന് നമുക്ക് വെറും അക്ഷരങ്ങളല്ല, മറിച്ച് ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു വലിയ പാഠപുസ്തകമാണ്. രാമ എന്ന നാമം കേൾക്കുമ്പോൾ അത് വെറുമൊരു പേരായിരുന്നില്ല, പ്രയാസങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നതിൻ്റെ ഒരു ധൈര്യമായിരുന്നു. ഇരുൾ നിറഞ്ഞ കർക്കിടകത്തിൻ്റെ പാതകളിൽ നമ്മൾ നടക്കുമ്പോൾ ഒരു പെരുന്നാളം പോലെയെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ജ്വലിക്കണം. ഈ മാസം വെറും ഒരു പഞ്ഞമാസമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ പഞ്ഞങ്ങളെ ഉണക്കി പുതിയൊരു വിളവെടുപ്പിനായി നമ്മളെ തന്നെ പാകപ്പെടുത്തുന്ന തപസ്സുകാലമാണ്. വരൂ, നമുക്ക് ഈ കർക്കിടകത്തിൻ്റെ ഓരോ തുള്ളിയിലും ഒളിഞ്ഞിരിക്കുന്ന ഈശ്വരീയതയെയും നമ്മുടെ സംസ്കാരത്തിൻ്റെ വേരുകളെയും ചേർത്ത് പിടിക്കാം. പെയ്തൊഴിയാത്ത മഴയുടെ താളത്തിൽ പഴയ തറവാട്ടുമുറ്റത്ത് സന്ധ്യാനേരത്ത് വിളക്ക് തെളിയുമ്പോൾ ഉയരുന്ന ആ സ്വരം രാമായണ വായന. ഒരു കാലത്ത് മലയാളികളുടെ ഓരോ വീട്ടിലും കർക്കിടകത്തിൻ്റെ വരവ് അറിയിച്ചിരുന്നത് ഈ രാമായണ ശീലുകളാണ്. അത് വെറുമൊരു വായനയായിരുന്നില്ല, നമ്മുടെ അച്ഛനമ്മമാരും മുത്തച്ഛന്മാരും അവരുടെ ജീവിതത്തിലെ കയ്പും മധുരവും ആ വരികളിലേക്ക് പകർന്നു നൽകുമായിരുന്നു. രാമ രാമ എന്ന് കേൾക്കുമ്പോൾ എത്ര വലിയ ദുഃഖവും ഉള്ളിൽ തണുത്തുറയുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? രാമൻ എന്നത് കേവലം ഒരു രാജകുമാരനല്ല, ത്യാഗത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, സഹനത്തിൻ്റെ പ്രതീകമാണ്. ഓരോ വീടിൻ്റെയും ഉള്ളിലേക്ക് രാമായണം കടന്നു വരുമ്പോൾ അവിടെയുള്ള കലഹങ്ങൾക്കും പിണക്കങ്ങൾക്കും ഒരു താൽക്കാലിക വിരാമം വരുന്നു. ജീവിതമെന്നത് നേട്ടങ്ങളുടെ കൂമ്പാരമല്ല, മറിച്ച് പ്രതിസന്ധികളിലും സത്യസന്ധത കൈവിടാത്ത ഒരു യാത്രയാണ് എന്ന് ഈ മാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ തലമുറ തിരക്കുകൾക്കിടയിൽ ഓടുന്ന നമുക്ക് ഈ വരികൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരല്പം വിരസത തോന്നാം. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ജീവിതത്തിൽ തോറ്റുപോകുമ്പോൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത സങ്കടങ്ങൾ കൂടെയുണ്ടാകുമ്പോൾ ഒരു ശരണം തേടി നമ്മൾ എവിടെയാണ് ചെന്നെത്തുക? അന്ന് നമ്മുടെ പൂർവികർ ഒരു വാതിലടച്ച് രാമായണം തുറന്നു വെച്ച് ആശ്വാസം കണ്ടെത്തിയിരുന്നു. കർക്കിടകത്തിലെ ഓരോ വരിയും നമ്മോട് പറയുന്നത് ഇതാണ്: നീ തനിച്ചല്ല, നിന്റെ വേദനകൾക്കപ്പുറം ഒരു വലിയ ശക്തിയുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ഒരു രാമനാമം മതി. ഈ രാമായണ മാസത്തിൽ ചുരുങ്ങിയത് ഒരു വരിയെങ്കിലും ശ്രദ്ധയോടെ കേൾക്കൂ, വായിക്കൂ. നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ ആ ശീലുകളിൽ അരിഞ്ഞു തീരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. രാമായണ വായന എന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്നവരായ നമ്മളുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി മനസ്സിനെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു തീർത്ഥാടനമാണ്. മാറുന്ന കാലത്തിൻ്റെ ഗതിവിഗതികൾക്കിടയിൽ നമ്മൾ മറന്നുപോയ ഒരു സത്യമുണ്ട്: ശരീരമാണ് ദേവാലയം എന്നത്. പുറത്ത് മഴ കനക്കുമ്പോൾ പ്രകൃതി അതിൻ്റെ ഉള്ളറകളിൽ ഔഷധങ്ങളുടെ ഒരു വലിയ കലവറ തുറക്കുന്നു. അതാണ് കർക്കിടകത്തിൻ്റെ മറ്റൊരു മുഖം. നമ്മുടെ മുത്തച്ഛിമാർ കർക്കിടകം വന്നാൽ ആദ്യം ചോദിക്കുക കർക്കിടക കഞ്ഞി കുടിച്ചോ എന്നായിരിക്കും. അതൊരു ഭക്ഷണമായിരുന്നില്ല, മറിച്ച് ഒരു വർഷം മുഴുവൻ രോഗങ്ങളെ തടഞ്ഞു നിർത്തുവാനുള്ള ഒരു പ്രതിരോധ കവചമായിരുന്നു. നവരയും കുറുന്തോട്ടിയും ജീരകവും ചുക്കുമൊക്കെ ചേർന്ന ആ ഔഷധക്കഞ്ഞിയിൽ അലിഞ്ഞു ചേർന്നത് നമ്മുടെ പൂർവികരുടെ അനുഭവജ്ഞാനമാണ്. ഇന്ന് ഫാസ്റ്റ് ഫുഡിൻ്റെയും ഡിജിറ്റൽ ലോകത്തിൻ്റെയും വേഗതയിലോടുന്ന നമ്മൾ വിശപ്പിനെ വെറും വയർ നിറയ്ക്കലായി മാത്രം കാണുന്നു.
എന്നാൽ ഈ മഴക്കാലത്ത് നമ്മുടെ ദഹനശക്തി കുറയുന്നുവെന്നും ശരീരത്തിന് ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും പണ്ടുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ആയുർവേദ കൂട്ടുകൾ അവർ നിർബന്ധമാക്കിയത്. വിയർപ്പും അധ്വാനവുമായി കഴിഞ്ഞിരുന്ന ഒരു തലമുറയ്ക്ക് വിശ്രമിക്കുവാൻ ലഭിച്ച മാസമായിരുന്നു ഇത്. എന്നാൽ അന്നത്തെ തലമുറയോ അമിതമായ മാനസിക സമ്മർദ്ദം കൊണ്ടും ഉറക്കമില്ലായ്മ കൊണ്ടും തളർന്ന നമ്മൾ ശരിക്കും വിശ്രമം അർഹിക്കുന്നുണ്ട്. കർക്കിടകത്തിൽ നമ്മൾ കഴിക്കുന്ന ആ ഔഷധക്കഞ്ഞു പോലെ നമ്മുടെ മനസ്സിനും ആവശ്യമുണ്ട് ചില മരുന്നുകൾ. കുറച്ച് സമാധാനം, കുറച്ച് മൗനം, ഒപ്പം പ്രകൃതിയോടുള്ള കുറച്ച് ചേർന്നു നിൽപ്പ്. ഇതാണ് ഈ മാസത്തെ ഏറ്റവും വലിയ ഔഷധം. രാമായണ പാരായണം പോലെ തന്നെ പ്രധാനമാണ് ശരീരത്തിൻ്റെ ഈ ശുദ്ധീകരണവും. വരും തലമുറയ്ക്ക് നമ്മൾ നൽകേണ്ടത് വെറും വിഭവങ്ങളല്ല, മറിച്ച് തങ്ങളുടെ ശരീരത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നും പ്രകൃതിയുമായി എങ്ങനെ ഇണങ്ങി ജീവിക്കണമെന്നുള്ള ഈ വലിയ തിരിച്ചറിവാണ്. കർക്കിടകം കേവലം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാത്രം ശുദ്ധീകരണമല്ല, ഇത് നമ്മുടെ ഓർമ്മകളുടെയും വേരുകളുടെയും കൂടി കാലമാണ്. മുറ്റത്തെ ചളികൾക്കിടയിലൂടെ നടക്കുമ്പോൾ പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞിരുന്ന ഒരു ഐതിഹ്യമുണ്ട്. ചോട്ടാ ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്ന ചടങ്ങ്. വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കി ദശപുഷ്പങ്ങൾ ചൂടി ദാരിദ്ര്യത്തെ പടിയിറക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് എന്താണ്? സ്വന്തം ഉള്ളിലെ അഴുക്കുകളെ, അഹങ്കാരങ്ങളെ, നിരാശകളെ പുറന്തള്ളുക കൂടിയായിരുന്നു. ഇരുട്ടുമാറി എൻ്റെ ജീവിതത്തിലും പ്രകാശം വരട്ടെ എന്നൊരു പ്രാർത്ഥനയായിരുന്നു അത്. പിന്നെ ഈ മാസത്തിലെ ഏറ്റവും പവിത്രമായ ദിനം വന്നെത്തുകയായി. കർക്കിടകവാവ്. പുഴയോരങ്ങളിലും കടൽ തീരങ്ങളിലും ഈറനണിഞ്ഞ് വിതുമ്പുന്ന മനസ്സോടെ നിൽക്കുന്ന മനുഷ്യർ. പ്രതിതർപ്പണം വെറുമൊരു ചടങ്ങല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് നമ്മെ നാമാക്കിയ, ഇന്ന് ഈ ഭൂമിയിലില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള തീവ്രമായ കടപ്പാടാണ്. നമുക്ക് മുന്നേ നടന്നുപോയവർ, അവർ പകർന്നു നൽകിയ സ്നേഹം, താങ്ങായി നിന്ന നിമിഷങ്ങൾ, അവരുടെ ഓർമ്മകളുടെ ആർദ്രമായ ഒരു കണ്ണുനീർത്തുള്ളി എള്ളും തുളസിയും ചേർത്ത് ഒഴുകുന്ന ജലത്തിലേക്ക് അർപ്പിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അർപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ തന്നെയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും എൻ്റെ ഓർമ്മകളിൽ നിങ്ങൾക്ക് മരണമില്ല എന്നൊരു വലിയ സത്യം ആ ബലിതർപ്പണത്തിലുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ കേവലം ആചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ ആയി തോന്നാം. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, വേരുകളില്ലാത്ത മരത്തിന് എത്ര കാലം ഈ മണ്ണിൽ പിടിച്ചു നിൽക്കാനാവും? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ജീവിതം ആരുടെയൊക്കെയോ വിയർപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ബാക്കിയാണ്. കടന്നുപോയവരെ നന്ദിയോടെ ഓർക്കുന്നതും ഒപ്പമുള്ളവർ, പ്രിയപ്പെട്ടവരെ ജീവന തുല്യം ചേർത്ത് പിടിക്കുന്നതും തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ധർമ്മം. പെയ്തൊഴിഞ്ഞ കർക്കിടകത്തിൻ്റെ അവസാന നാളുകളിൽ പ്രകൃതി പോലും ഒരു നെടുവേർപ്പിടുന്നുണ്ട്. ഈ മാസം നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ക്ഷമയോടെ കാത്തിരിക്കാൻ, പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാൻ, നമ്മളില്ലാത്ത ലോകത്തും നമ്മളെ സ്നേഹിക്കുവാൻ ബാക്കിയുള്ളവർക്കായി കരുതി വയ്ക്കാൻ. കർക്കിടകം വിട പറയുന്നത് വെറുമൊരു മാസത്തിൻ്റെ അവസാനമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ പഞ്ചങ്ങളുടെയും ക്ലേശങ്ങളുടെയും അന്ത്യം കുറിച്ചുകൊണ്ടാണ്. കറുത്ത മേഘങ്ങൾ ഒഴിഞ്ഞുമാറി ആകാശം നീലനിറം പൂശാൻ തുടങ്ങുന്നു. മുറ്റത്ത് തുമ്പപ്പൂക്കൾ തല ഉയർത്തി നോക്കുന്നുണ്ടാകും ഓണത്തിൻ്റെ വരവറിയിച്ച്. പ്രിയപ്പെട്ടവരെ, കർക്കിടകം തന്ന പാഠങ്ങൾ നമ്മൾ ഒരിടത്ത് കുറിച്ചു വയ്ക്കണം. ഈ മാസം നമ്മൾ അനുഭവിച്ച ആ ആത്മീയമായ ശാന്തിയും ശരീരത്തിനേകിയ ആ വലിയ കരുതലും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരോടുള്ള ആ സ്നേഹവും നമ്മുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കണം. ചിങ്ങം വരികയാണ്. പുതിയ പൂക്കൾ, പുതിയ പ്രതീക്ഷകൾ, പുതിയ സ്വപ്നങ്ങൾ. എന്നാൽ പഴയതിനെ മറന്നുകൊണ്ടല്ല, പഴയതിലെ നന്മകളെയും പാഠങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ വേണം നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ. കർക്കിടകത്തിൻ്റെ തണുപ്പിൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ ചിങ്ങത്തിൻ്റെ വെയിലിൽ കൂടുതൽ തെളിച്ചത്തോടെ വിരിയട്ടെ. നിങ്ങളുടെ ഓരോ വീടുകളിലും ഐശ്വര്യത്തിൻ്റെ പൊൻപുലരികൾ വിരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു കർക്കിടകത്തിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിൽ വിടവാങ്ങുന്നു. നന്മയും സ്നേഹവും എന്നും കൂടെയുണ്ടാകട്ടെ. ശുഭകരമാകട്ടെ വരാനിരിക്കുന്ന ദിനങ്ങൾ.